moving to our next module, which deals with the analysis of beams curved in plan. So far we have done the analysis of straight beams which were represented by straight lines. So let's see some images of beams curved in plan. So this is a curved beam, part of a bridge structure. സ്റ്റീലിൻ്റെ curved beam ആണ് ഈ കാണുന്നത്. ഒരു ബ്രിഡ്ജിൽ ഉള്ള curved beams ആണ് ഇതൊക്കെ. And here you can see a curved beam. ഒരു wooden curved beam ആണ് ഈ കാണുന്നത്. Again another curved beam, steel beam on a bridge. നമ്മൾ ആർച്ചസ് പഠിച്ചിട്ടുണ്ട്. ആർച്ചസിൻ്റെ കേസിൽ അത് ഫ്രണ്ട് വ്യൂവിലാണ് കേർവ്ഡ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബീംസ് കേർവ്ഡ് ഇൻ പ്ലാൻ ഇൻ്റെ അനാലിസിസ് ആണ്. ഈ ബീംസിൻ്റെ പ്ലാൻ നോക്കുമ്പോഴാണ് നമുക്ക് കേർവ്ഡ് ആയിട്ട് കാണാൻ പറ്റുക. Analysis of beams which were represented by a straight line in plan subjected to different vertical loads was done using various methods in previous modules. നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. ഡിറ്റർമിനേറ്റും ഇൻഡിറ്റർമിനേറ്റും ആയിട്ടുള്ള ബീംസിൻ്റെ അനാലിസിസ്. പക്ഷേ അതൊക്കെ സ്ട്രെയിറ്റ് ബീംസ് ആയിരുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദീസ് ബീംസ് ട്രാൻസ്ഫർ ലോഡ്സ് ബൈ ഡെവലപ്പിംഗ് bending moment and shear. ഈ സ്ട്രെയിറ്റ് ബീംസിൻ്റെയൊക്കെ മോഡ് ഓഫ് ലോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബൈ ഡെവലപ്പിംഗ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ആയിരുന്നു. അതായത് അവരുടെ മെയിൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ആയിരുന്നു. Beams curved in plan are usually used as support walls of circular water tanks and circular balcony slabs. അപ്പം സർക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് യൂഷ്വലി കർവ്ഡ് ബീംസിനെ യൂസ് ചെയ്യാറ്. അതുകൂടാണ്ട് ഇന്നത്തെ കാലത്ത് എസ്തെറ്റിക്സിന് വേണ്ടി നമ്മൾ കർവ്ഡ് ബീംസ് റെസിഡൻഷ്യൽ ബിൽഡിങ്സിലും മറ്റും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ബ്രിഡ്ജ് റോഡ്സിനൊക്കെ കർവ്ഡ് ബീംസ് കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. സോ ദീസ് ബീംസ് ട്രാൻസ്ഫർ ലോഡ്സ് ബൈ ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ആൻഡ് ടോർഷൻ. അപ്പോൾ നമുക്കിവിടെ അഡീഷണലി ഉള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ടോർഷൻ ആണ്. ടോർഷണൽ മൊമെൻ്റ് ആണ് അഡീഷണലി ഇവിടെ ഡെവലപ്പ് ആവുന്നത്. സോ ലെറ്റ്സ് സീ ദ ഫോഴ്സസ് ഡെവലപ്ഡ് അറ്റ് എ സെക്ഷൻ ഇൻ എ കർവ്ഡ് ബീം ഓർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ കർവ്ഡ് ബീം. സോ ഹിയർ യു ക്യാൻ സീ എ കാന്റിലിവർ ബീം എ ബി വിച്ച് ഇസ് കർവ്ഡ് ഇൻ പ്ലാൻ. ഇത് ഈ ബീമിൻ്റെ പ്ലാൻ ആണ്, നിങ്ങൾ കാണുന്നത് പ്ലാൻ ആണ്. ആൻഡ് ദ ബീം ഇസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് W അറ്റ് ബി. ഇവിടെ ബിയിലാണ് ഒരു വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ബിയിൽ ലോഡ് ഈ ഫിഗറിൽ കാണിക്കാൻ പറ്റില്ല, കാരണം സെഡ് ഡയറക്ഷനിൽ നിങ്ങൾ ഓർക്കണം. അതായത് വെർട്ടിക്കലി ആണ് ആക്ട് ചെയ്യുന്നത്. ഇത് പ്ലാൻ ആണ്. അപ്പം ഈ ഒരു സെഡ് ഡയറക്ഷനിൽ നിങ്ങൾ ആലോചിക്കുക, ബിയിലേക്ക് ഒരു W എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു എൻഡ് എ എന്ന് പറയുന്ന എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്, അതുപോലെ ഇവിടെ സി എന്ന് പറയുന്ന ഒരു റാൻഡം ആയിട്ടുള്ള ഒരു സെക്ഷൻ, ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്. സോ ദിസ് ഇസ് എ കാന്റിലിവർ ബീം എ ബി curved in plan. A is fixed, the end A is fixed and the end B is free, and a vertical load W is acting at this point B. So what are the forces acting at the joint A and at any point C on the B? So the end reactions at A are A യിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഷിയറിംഗ് ഫോഴ്സ് F0 which is equal to W. W ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. അപ്പം ഷിയർ ഫോഴ്സ് എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് W തന്നെയാണ്. ബെൻഡിങ് മൊമെൻറ്റ് W A. A എന്താണെന്ന് നോക്കാം. A എന്ന് പറയുന്നത് പോയിന്റ് എയും ബിയും ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. പോയിന്റ് എയും ബിയും ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് സ്മോൾ എ എന്ന് പറയുന്നത്. സോ W ഇൻറ്റു എ ആണ്. W ക്യാപിറ്റൽ W ഇൻറ്റു സ്മോൾ എ ആണ് എയിൽ ഈ W കൊണ്ട് ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ്, എൻഡ് എയിൽ ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ്. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് M0 is equal to W into A.
and a torsional moment T naught which is equal to W into B. അപ്പോൾ B എന്ന് പറയുന്നത് സ്മോൾ b എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ജോയിൻറ്റ്സ് A ആൻഡ് B. സ്മോൾ b is the vertical distance between the ends A and B. അപ്പം എയിൽ ഈ W എന്ന് പറയുന്ന ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന ടോർഷണൽ മൊമെന്റ് എന്ന് പറയുന്നത് W ഇൻറ്റു B ആണ്. അപ്പോൾ നമുക്കറിയാം W ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഓൺ the end end B, and the torsional moment developed at A due to this load W is W into B, where small b is the vertical distance between the points A and B. അപ്പോൾ ഇതൊക്കെയാണ് എയിൽ ഉണ്ടാവുന്ന റിയാക്ഷൻസ്. ഇനി നമ്മൾ റാൻഡം ആയിട്ട് ഒരു പോയിന്റ് എടുത്തു, സി എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ സെക്ഷൻ വരച്ചിട്ടുണ്ട്, എക്സ് ഡാഷ് എന്ന് പറയുന്ന സെക്ഷൻ ത്രൂ ദ പോയിന്റ് സി. അപ്പോൾ പോയിന്റ് സിയിൽ നമ്മൾ ഈ സെക്ഷൻ എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? നമുക്ക് സിയിൽ കൂടെ ഈ ഒരു കേർവിന് ഒരു ടാൻജൻറ്റ് വരക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റിന് റൈറ്റ് ആംഗിളിലാണ് നമ്മൾ ഈ സെക്ഷൻ വരച്ചിട്ടുള്ളത്. സി ഇസ് എ പോയിന്റ് ഓൺ ദ ബീം. നമ്മുടെ എ ബി എന്ന് പറയുന്ന കേർവ്ഡ് ബീമിലുള്ള ഒരു പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സിയിൽ ഒരു ടാൻജൻറ്റ് ഈ കേർവിന് വരക്കുകയാണെങ്കിൽ ആ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നമ്മുടെ സെക്ഷൻ എക്സ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ സിയിൽ ഉണ്ടാവുന്ന ഫോഴ്സസ്, സിയിൽ ഡെവലപ്പ് ചെയ്യുന്ന റിയാക്ഷൻസ്, സിയിൽ ഉണ്ടാവുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഫ് സി, ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു. അതും ഡബ്ല്യു തന്നെയാണ്. ഓർക്കേണ്ടത് നമ്മുടെ ബിയിൽ ഒരു വെർട്ടിക്കൽ ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന റിയാക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ സെക്ഷൻ സിയിൽ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് എഫ് സി ഇസ് ഈക്വൽ ടു ഡബ്ല്യു. ആൻഡ് മൊമെന്റ് അറ്റ് സി, ഈ ഒരു ഡബ്ല്യു എന്ന് പറയുന്ന വെർട്ടിക്കൽ ലോഡ് വിച്ച് ഇസ് ആക്ടിങ് അറ്റ് പോയിന്റ് ബി കാരണം നമുക്ക് നമ്മുടെ സെക്ഷൻ സിയിൽ ഉണ്ടാവുന്ന, നമ്മുടെ പോയിന്റ് സിയിൽ ഉണ്ടാവുന്ന മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു വൈ ആണ്. വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് നമ്മുടെ സിയും ബിയും ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. സോറി, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ല, നമ്മുടെ സെക്ഷനും ജോയിൻ ബിയും ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. സെക്ഷൻ എന്താണ്? സെക്ഷൻ ഇസ് എ പെർപെൻഡിക്കുലർ ഡ്രോൺ ടു ദ ടാൻജന്റ് ഓൺ ദ ബീം ത്രൂ ദ പോയിന്റ് സി. നമ്മൾ ഈ സിയിൽ കൂടെ ഒരു ടാൻജന്റ് ഈ കേർവിന് വരക്കുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് നമ്മുടെ സെക്ഷൻ എക്സ് ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ് ഡാഷ് എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ പോയിന്റ് ബിയിലേക്ക് വരക്കുന്ന ലൈനിൻ്റെ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. ആ ലൈൻ മീറ്റ് ചെയ്യുന്ന ജോയിന്റ് ആണ് ഇവിടെ പോയിന്റ് ഡി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ സെക്ഷന് ബിയിൽ കൂടെ വരക്കുന്ന പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പോയിന്റ് ഡി. അപ്പം ഇവിടെ സി ഡി ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് ഡി ബി ഇസ് ഈക്വൽ ടു വൈ. അപ്പം അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്ഡ് അറ്റ് സെക്ഷൻ സി ഡ്യൂ ടു ദ ലോഡ് ഡബ്ല്യു ആക്ടിങ് അറ്റ് പോയിന്റ് ബി ഇസ് W into y. Bending moment is equal to W into y and torsional moment is equal to W into x. അപ്പം സെക്ഷൻ സിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സസ് ഇതൊക്കെയാണ്. ഷിയർ ഫോഴ്സ് W and bending moment W into y and torsional moment W into x, where y is equal to BD and x is equal to CD. D is the point on a line normal to the beam at C. And BD is perpendicular to CD. Thus, a beam curved in plan is subjected to shear force, bending moment and torsional moment. അപ്പം ഇതാണ് ഓർക്കേണ്ടത്. നമ്മുടെ ഇതൊരു കാന്റിലീവർ കേർവ്ഡ് ബീം ആണെങ്കിൽ ആ കാന്റിലീവർ കേർവ്ഡ് ബീമിൻ്റെ എൻഡിൽ, ഫിക്സ്ഡ് എൻഡിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് എന്തൊക്കെയാണ്, ഫോഴ്സസ് എന്തൊക്കെയാണ്, ആൻഡ് ഒരു പോയിന്റ് സി ഓൺ ദ കർവ്ഡ് ബീമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്.